ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് വന്നത് വെച്ചാൽ നമ്മളെല്ലാം രണ്ട് പ്രാവുകളെ നമ്മൾ പറത്താൻ പോവാണ്. അപ്പോൾ അതിലൊരു പ്രാവ് നമ്മളെ ഡ്രൈവർ പ്രാവാണ്. അപ്പോൾ വേറൊരു പ്രാവ് നമ്മൾ കുറച്ച് ദിവസമല്ല, ഒരു മാസം മുമ്പ് നമ്മൾ ചിറക് വലിച്ചൂരിയിട്ട് പുതിയ ചിറകൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രാവിനൊന്ന് ജസ്റ്റ് ഒന്ന് വിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ നല്ലൊരു മഴക്കാറിൻ്റെ ലക്ഷണമുണ്ട്. അപ്പോൾ പ്രാവിനെ പറത്തുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയും നല്ലതാണോ ഇരുണ്ടെടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് രണ്ട് പ്രാവിനെ വിട്ടു നോക്കാം. എന്താണെന്ന് അവസ്ഥ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ 8 കള്ളി പ്രാവിനെ പറത്താൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ പ്രാവ് എപ്പോഴും പുറമെയാണ്, വേറൊന്നുമല്ല, കൂടിന് ഡോറില്ല. അപ്പോൾ ഡോറിങ്ങനെ പ്രാവുകൾ അയിമലി ഇരുന്നിട്ട് ഡോറ് പോയിട്ടുണ്ട്. അതോടൊപ്പം ഇതിനെ നമ്മൾ ഇനി വിടുന്നില്ല. ചിറകുമലൊക്കെ ചളിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴ സീസണാണ്, അതുകൊണ്ട് പറക്കൂല ചളി ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് പറപ്പിക്കാൻ പോകുന്നത് നമ്മളെ മെയിനാണ് ഡ്രൈവർ പ്രാവ്. അപ്പോൾ അതിൻ്റെ ഒപ്പം വിടാൻ പോകുന്നത് ഒരു 8 കള്ളി പ്രാവാണ്. ഡബിൾ കണ്ണി എന്നറിയും. അപ്പോൾ 2 കണ്ണുള്ളതാണ്. രണ്ടും വേറെ വേറെ കണ്ണ് ഉണ്ടായതുകൊണ്ട് ഡബിൾ കണ്ണി എന്ന് അറിയുന്നതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടാവും, എന്നാലും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്രാവിനാണ് നമ്മൾ പറത്തുന്നത്. അപ്പോൾ എന്തായാലും വിട്ടു നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ 2 പേരെ വൈക്കൂളിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടുന്ന വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ പറത്തുമ്പോൾ വേറെ ഒരാളെ വിളിക്കണം പറത്തുന്നത് ഇടാൻ. അപ്പോൾ എന്തായാലും ഇനി ഇവർ രണ്ടാക്കും നമുക്ക് കുറച്ച് വെള്ളവും കൊടുക്കണം. അപ്പോൾ വെള്ളം കൊടുക്കാതെ നമ്മൾ ഇവിടെ പറത്തിക്കലില്ല. അപ്പോൾ ഒന്ന് ഇച്ചിരി വെള്ളം കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രാവിനൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ പറത്തണം. അപ്പോൾ പറത്താൻ വേറെ ഒരു തന്നെ വിളിക്കണം വീഡിയോ എടുക്കാൻ. അപ്പോൾ നമുക്കൊന്ന് അവനെ വിളിച്ച് വരാം. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ എടുക്കാൻ ആരെയും കിട്ടിയില്ല. അനിയനാണെങ്കിൽ എവിടെയോ പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ 2 പേരെ പറത്തിയിട്ട് പിന്നെ പ്രാവ് പറക്കുന്നത് കാണിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് വിടാം. അപ്പോൾ ഗൈസ്, നമ്മൾ വിട്ട പാട് നമ്മളെ പ്രാവ് ഓലമേ ഇരിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, 8 കള്ളിയായ പ്രാവാണ് ഇരിക്കാൻ നോക്കിയത്. അപ്പോൾ ഡ്രൈവർ പ്രാവ് പറക്കുന്ന കണ്ടിട്ട് അതിൻ്റെ വയ്യ പിന്നെ പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇരുന്നില്ല ഓലമലി. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പറക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമല്ല വിടുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി കഴിക്കും പറക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയായി വരികയുള്ളൂ. എന്തായാലും നമ്മളെ ഡ്രൈവർ പ്രാവില്ലേ കൂടെ, അപ്പോൾ പേടിക്കണ്ട. അപ്പോൾ ചിലത് കുറേ കഴിയുമ്പോൾ ക്ഷീണിച്ച് കതച്ച് വെക്കും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ വെട്ടുപ്രാവിനെ ഇട്ടിട്ട് കാണിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് പോലെ പറത്തിച്ചിട്ട് വെട്ടുപ്രാവിനെ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് തൊട്ട് അവർ പറന്നോട്ടെ. അവിടെ നിന്ന് ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം ഒരു പ്രാവ് തീരെ കളത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വിട്ട പ്രാവാണ് കളത്തിലേക്ക് വരാത്തത്. അത് ആ സൈഡിൽ നിന്ന് തന്നെ കളിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ അങ്ങനെ പറന്ന് കളിക്കുന്നു. ഇങ്ങോട്ട് തീരെ വരുന്നില്ല. അപ്പോൾ ഡ്രൈവർ പ്രാവ് നമ്മളെ തൊട്ട് മുകളിൽ പറക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ 8 കള്ളിയായ പ്രാവ് ദൂരോട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങോട്ട് വയൽ പ്രദേശമാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അവർ എന്തെങ്കിലും പ്രാവിനെ കണ്ടാൽ മാത്രമല്ലേ വിട്ടിടാൻ പറ്റൂ. അപ്പോൾ തീരെ കളത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി അവർ പറഞ്ഞിട്ട് നോക്കട്ടെ. കളത്തിലേക്ക് വരുമ്പോൾ ഞാൻ വേറെ പ്രാവിനെ ഇട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 2 പേരും സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലേക്കാണ്, നമ്മളെ കളത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ബാക്കിൽ നമ്മളെ 8 കള്ളിയായ പ്രാവ് പറക്കുന്നുണ്ട്. മുന്നിലെ ഡ്രൈവർ പ്രാവാണ്. അപ്പോൾ ഒരു സൈഡിലേക്കാണ് ഇങ്ങനെ വലിഞ്ഞു കളിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഡ്രൈവർ പ്രാവ് കളത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ 8 കള്ളി കുറച്ച് കുറവാണ് കളത്തിലേക്ക് വരുന്നത്. എപ്പോഴെങ്കിലും വന്ന് പിന്നെ അങ്ങ് മാറിപ്പോവാണ്. എന്തായാലും ഫസ്റ്റത്തെ വിടലായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പറക്കുന്നത്. എന്തായാലും നമ്മളെ ഡ്രൈവർ പ്രാവ് ഉഷാറായിട്ട് പറക്കുന്നുണ്ട്. അതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും 8 കള്ളീനെ നോക്കണം. അപ്പോൾ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ നമ്മളെ ലോഫ്റ്റിൽ ആദ്യമായിട്ടുണ്ടായതാണ് ഡബിൾ കണ്ണി. അപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വല്ല സങ്കടമാണ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് സൈഡിൽ നിന്ന് പറക്കുന്ന പ്രാവ് ഒറ്റക്കാണ് ഇപ്പോൾ പറക്കുന്നത്. മറ്റേ കയറിപ്പോയിട്ടുണ്ട് ഡ്രൈവർ പ്രാവ്, ഹൈറ്റ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഡബിൾ കണ്ണി തീരെ നമ്മളെ കളത്തിലേക്ക് വരുന്നില്ല. അതങ്ങ് സൈഡിൽ നിന്ന് തന്നെ അങ്ങനെ പറന്ന് കളിക്കുകയാണ്. അപ്പോൾ കളത്തിലേക്ക് വന്നാലേ നമുക്ക് വെട്ടുപ്രാവിനൊക്കെ ഇട്ട് കാണിക്കാൻ പറ്റുമോ. ഇത് അങ്ങോട്ട് സൈഡിലേക്ക് അങ്ങ് വലിഞ്ഞു പോവാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. ഇപ്പോൾ നമ്മൾ കുറേ ആയല്ലോ, 8 കള്ളി ആയില്ലേ. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് ഹൈറ്റ് കയറിപ്പോയിട്ടാണ്. പക്ഷേ നമ്മളെ ഡബിൾ കണ്ണി സൈഡിലേക്ക് താന്നിട്ട് പറക്കുന്ന. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒലമേലിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അത്രയും നല്ലോണം താന്നിട്ടാണ് പറക്കുന്നത്.
അപ്പോൾ വേറെ ഒന്നല്ല 8 കള്ളി ആയതുകൊണ്ട് നമ്മൾ പറക്കാതെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചെറുപ്പത്തിലേ ഒന്ന് ഇളക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പറക്കല്ലാതെ ചിലത് 8 കള്ളിയോ 9 കള്ളിയോ ഒക്കെ ആയപ്പോൾ ചിലപ്പോൾ പറവ് കിട്ടൂല പ്രാവിന്. അപ്പോൾ വേറെ ഒന്നല്ല ഫാൽക്കൻ്റെ ഇത് പ്രശ്നം ഉണ്ടായത് കൊണ്ട് കുറച്ച് ദിവസം വിടാറുന്നാന്നു. അപ്പോൾ നിങ്ങൾ ഏതേ കുഞ്ഞന്മാരുണ്ടെങ്കിൽ ഒന്ന് ചുറ്റിച്ചേക്കുക ചെറുപ്പത്തിലെ. അപ്പോൾ എന്നാലും മാത്രം വലുതായാലും ഒന്ന് പറക്കും. ഇത് തീരെ പറക്കാത്ത അവസ്ഥയായി പോവും. പ്രാവ് പറക്കൂല എന്ന് പറയാൻ പറ്റൂല. റെഡിയാക്കി കൊണ്ടുവന്നാൽ ചിലപ്പോൾ പ്രാവ് പറക്കും. എന്തായാലും റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ ഗൈസ് നല്ലൊരു മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല വെള്ളമുണ്ട് ഇപ്പോൾ ടെറസ് മേൽ. അപ്പോൾ ഫുള്ള് അലങ്കോലമായി കിടക്കുകയാണ്. ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മളെ പ്രാവ് ഇപ്പോഴും പറക്കുന്നുണ്ട്. നമ്മളെ ഡ്രൈവർ പ്രാവ് മാത്രമാണ് ഹൈറ്റ് കയറി പറക്കുന്നത്. അപ്പോൾ നമ്മളെ ഡബിൾ കണ്ണീനെ കാണാതില്ല, അത് എങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ വിധിയായിരിക്കും. നമ്മൾ കുറച്ച് നേരം കൂടി നോക്കാം. എന്തായാലും നമ്മളെ ഡ്രൈവർ പ്രാവ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒറ്റക്ക് പറക്കുന്ന പ്രായം കൊണ്ട് അങ്ങ് പറന്നോളൂ, സീനൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് അതാ നമ്മളെ ഇത് വന്നിട്ടുണ്ട്, ഡബിൾ കണ്ണി പ്രാവ്. അപ്പോൾ അതിങ്ങനെ സൈഡിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കൂടുതൽ അതിനെ അങ്ങനെ നിൽക്കണ്ട, നമ്മളെ കളത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ വെട്ടിടാൻ നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം താന്നിട്ടാണ് പറക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഓലമ ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചവിട്ട് കിട്ടൂല, കറക്റ്റ് ലാൻഡിങ് പിന്നെ കിട്ടൂല, അതാണ് പ്രശ്നം. എന്തായാലും നമ്മൾ വെട്ട് ഇടാൻ പോവാണ്. എന്തായാലും കളത്തിലേക്ക് വന്നല്ലോ പ്രാവ്. അപ്പോൾ ഗൈസ് പണി കിട്ടി. വിട്ടിടാൻ പോകുമ്പോഴേക്ക് പ്രാവ് ഓലമേലിരുന്നാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടാവും ഓലമേലിരിക്കുമെന്ന്. അപ്പോഴേക്ക് ഞാൻ വിട്ടിടാൻ നിൽക്കുകയെന്നു. അപ്പോഴേക്കാണ് അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ അനിയൻ പറഞ്ഞത് ആ പ്രാവ് ഇരിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് ഇപ്പോൾ പോയി. എന്തായാലും വിഷമമായി, എന്താ ചവിട്ട് റെഡി ആയില്ലല്ലോ. അപ്പോൾ ഇനി വിടുമ്പോൾ ഓലമേലിരിക്കുമെന്നാണ് ഡൗട്ട്. എന്തായാലും ഇനിയിപ്പോൾ റെഡിയാക്കി കൊണ്ടുവരണം. എന്തായാലും പ്രാവിനെ റെഡിയാക്കി കൊണ്ടുവരണം. എന്താ വെച്ചാൽ 8 കള്ളി ആയതാണ്. അപ്പോൾ കുഞ്ഞന്മാരാണെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലേ വിട്ട് ശീലിപ്പിക്കാമെന്നു. ഇതിപ്പോൾ കുറച്ച് നല്ലോണം മെനക്കെടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡ്രൈവർ പ്രാവ് അതാ ടോപ്പിൽ കയറി പറക്കുന്നുണ്ട്. ഒറ്റക്ക് തന്നെ പറക്കുന്നത്. അതങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പറക്കും. എന്തായാലും ഇനി ഡബിൾ കണ്ണിനെ റെഡിയാക്കി കൊണ്ടുവരണം. ഇനിയിപ്പോൾ എന്നും ഇങ്ങനെ വിട്ട് ശീലിപ്പിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഓലമേ ഇരുന്ന കൊണ്ട് വീണ്ടും ഓലമേ ഇരിക്കുമെന്നാണ് പേടി. അതിനിപ്പോൾ ഓലമേ ഇരിക്കുകയോ, അത് അതിൻ്റെ മൈൻഡ് കിട്ടിയല്ലോ ഓലമേ ഇരിക്കുന്നത്. ചെറിയ കുഞ്ഞൊന്നല്ലല്ലോ, കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എവിടെ നിന്ന് അങ്ങനെ ചവിട്ട് കിട്ടിയതിൻ്റെ പിന്നെ അങ്ങനെ തന്നെ സ്ഥിരമാക്കൂ. അപ്പോൾ ഡ്രൈവർ പ്രാവ് അങ്ങ് പറഞ്ഞോട്ടെ. എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നല്ലൊരു കാറ്റും മഴയും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രാവ് നല്ല സ്പീഡിലൊക്കെയാണ് പറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേഘമൊക്കെ കണ്ടാൽ മനസ്സിലാവും, നല്ലോണം ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്, നല്ല ശക്തമായ കാറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രാവിനെ ഇറക്കാൻ നോക്കണം. ചിലപ്പോൾ ഈ കാർമേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയാലും അത്ര ഹൈറ്റിലൊന്നുമല്ല, എന്തായാലും താന്നിട്ടാണ് പറക്കുന്നത്. വെറുതെ കാറ്റത്ത് മിസ്സായി പോകണ്ട. എന്തായാലും നമ്മൾ വെട്ടുപ്രാവിനൊക്കെ ഇട്ടിട്ട് ഇറക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് കാലാവസ്ഥ. അപ്പോൾ കാർമേഘത നല്ലോണം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓപ്പൺ കാണുന്നുണ്ട്, സൂര്യപ്രകാശമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതാ അവിടെ ഒരു ചെറിയൊരു സൂര്യപ്രകാശമുണ്ട്. ഇങ്ങോട്ട് അതാ ഡാർക്കായിട്ട് മേഘം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മഴ പ്രതീക്ഷിക്കുക. അപ്പോഴേക്ക് നമുക്ക് പ്രാവിനൊന്ന് ഇറക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഡ്രൈവർ പ്രാവൊക്കെ അത്യാവശ്യം നല്ല ഫോമിൽ തന്നെയാണ് പറക്കുന്നത്. മൂപ്പർക്ക് ഈ കാറ്റും മഴയൊന്നും വിഷയമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഹൈറ്റ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ ഒറ്റയടിക്ക് അതാ കയറിക്കുക. അപ്പോൾ അതാ നമ്മളെ വേറൊരു പ്രാവോ, ഏത് പ്രാവ് ഇപ്പോൾ പറക്കുന്നത്? ഇതൊന്ന് ഡബിൾ കണ്ണി അവിടെ നിന്ന് പറന്നതെന്ന് തോന്നുന്നു. ഇത് മുകളിൽ കാണുന്നത് നമ്മളെ ഡ്രൈവർ പ്രാവാണ്. അത് എന്തായാലും ഡ്രൈവർ പ്രാവാണ്, നമ്മളെ കളത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ താന്ന് പറത്തുന്നത് നമ്മളെ ചിലപ്പോൾ ഡബിൾ കണ്ണി ആയിരിക്കും. അത് അവിടെ നിന്ന് ഓലമെന്ന് അടിച്ച് പറന്നെന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്തായാലും നോക്കട്ടെ.
അപ്പോൾ ഗൈസ് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതാ നല്ലൊരു കാറ്റും മഴ വരുന്ന. അപ്പോൾ നല്ലൊരു കാറ്റടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല ഇരുണ്ടെടുക്കുന്നുണ്ട്. നിങ്ങൾ കാലാവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ സമയത്തൊക്കെയാണ് പേടിക്കേണ്ടത്. പ്രാവ് ചിലപ്പോൾ മിസ്സാവും. അതാ ഹൈറ്റ് കയറി പോകുന്ന പ്രാവ്. അപ്പോൾ അത് ഡ്രൈവർ പ്രാവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒറ്റയടിക്ക് അതാ താന്ന് വന്നിക്കുക. താന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് വെട്ടിട്ട് ഇറക്കാം. അപ്പോൾ കൂടുതൽ നേരം നമ്മൾ കുറേ നേരമായി പറയുന്നത് വെട്ടിടാന്ന്. എന്തായാലും ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ വെട്ടിട്ട് ഇറക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ മിസ്സാക്കുന്നില്ല പ്രാവിനെ. അപ്പോൾ ഡബിൾ കണ്ണി എവിടെ പോയി ഇരുന്നെന്ന് തോന്നുന്നു. വീണ്ടും എന്തോ അടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല. എന്തായാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. എന്തായാലും ഡ്രൈവർ പ്രാവിനെ മൈൻഡ് ചെയ്യണം. അത് പോയിൻ്റെ വലിയ നഷ്ടമാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനെ പെട്ടെന്ന് വെട്ടിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവായ്ക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രാവിനെ മാത്രം ഇട്ടുള്ളൂ. അപ്പോൾ വേറെ ഒന്നല്ല, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ പ്രാവിനെ ഒന്ന് നനയ്ക്കേണ്ട വിചാരിച്ചിട്ടാണ്. എന്തായാലും പ്രാവ് ഇങ്ങനെ താന്ന് വരുന്നുണ്ട്. നേരത്തെ അവർ ഹൈറ്റ് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പ്രാവിനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത അവസ്ഥയായി പോയി. ഇന്നൊരു കാലാവസ്ഥ ഒരു മോശമല്ല. അപ്പോൾ ഈ ഡബിൾ കണ്ണിയാണ്, അതിനെ കാണാനില്ല. അതിനിപ്പോൾ ഇനിയിപ്പോൾ തപ്പണോ. അപ്പോൾ അടിച്ച് പറന്നുണ്ടായിരുന്നു. പിന്നെ എവിടെ പോയി ഇരുന്നെന്ന് തോന്നുന്നു. ഒന്നാമത് എല്ലാം കൂടി ഇപ്പോൾ ഫുള്ള് കുടുങ്ങിയിരിക്കുകയാണ്. മയം വന്ന് പ്രാവ് എവിടെ പോകുന്നു ഇരുന്ന്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അടയിരിക്കുന്ന ഒരു പ്രാവിനതാ നമ്മൾ അവായ്ക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അതിൻ്റെ തന്നെ തുണയാണ്. അപ്പോൾ അതിനെ കണ്ടാൽ തന്നെ പെട്ടെന്ന് ഇറങ്ങി വരികയായിരിക്കും. ഇതുവരെ ഇറങ്ങി വന്നില്ല. അപ്പോൾ എന്തായാലും രണ്ട് പ്രാവിനെ നമ്മൾ അവായ്ക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളെ പ്രാവ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ പറക്കട്ടെ. എന്തായാലും താന്നിട്ടാണല്ലോ പറക്കുന്നത്. ഹൈറ്റ് കയറിയിട്ടൊന്നുമില്ല. എന്നാലും നമ്മളെ ഡബിൾ കണ്ണീനെ കാണുന്നില്ല. അത് എന്നാലും എവിടെ പോയിന്നാണ്. ഇവിടെ പിന്നെ കുറേ മരങ്ങളുണ്ടായത് കൊണ്ട് ഏത് മരത്തുമ്മലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. കാണുകയില്ല. അപ്പോൾ എല്ലാ സിറ്റുവേഷനും നമ്മൾ മറികടക്കണം. അതേപോലെ ഇതും കിടക്കും. ചിലപ്പം പ്രാവ് വരും, ചിലപ്പം വരില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ പ്രാവ് വന്നാലോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ വെയിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാർമേഘം പോയിട്ടുണ്ട്. അപ്പോൾ മഴ എന്തായാലും ഇനി പെയ്യൂല വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രാവ് ഇങ്ങനെ താന്ന് പറക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളെ ഡബിൾ കണ്ണീനെ കണ്ടില്ല. നമ്മളെ ഡ്രൈവർ പ്രാവ് മാത്രമാണ് ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇനിയിപ്പോൾ ഡബിൾ കണ്ണി എവിടെ ചവിട്ടിന്ന് ഇപ്പോൾ നോക്കേണ്ടി വരും. കുറച്ച് അങ്ങോട്ടൊക്കെ നോക്കി നോക്കട്ടെ. എന്തായാലും ഈ കളത്തിൽ തന്നെ ഉണ്ടാവും. കളത്തിൽ തന്നെ വിട്ട് പോയി ഉണ്ടാവില്ല. പറയാൻ പറ്റൂല. ചിലപ്പോൾ എങ്ങോട്ടോ പറന്നു പോയി ഉണ്ടാവും. എന്തായാലും വേറെ ഏതെങ്കിലും തെങ്ങുമ്പോൾ നോക്കി നോക്കട്ടെ, വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ ഗൈസ് നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. ഒന്നാമതിപ്പോൾ കറണ്ടില്ല. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പ്രാവ് നമ്മളെ ഡ്രൈവർ പ്രാവ് ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിനങ്ങനെ ഇറക്കുന്നതാണ്. ലൈറ്റ് ഇട്ടിട്ടാണ് ഇറക്കൽ. അപ്പോൾ ഇനിയിപ്പോൾ കറണ്ട് എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഏതേ പോസ്റ്റോ വീണുണ്ടാവും. അങ്ങനത്തെ എന്തോ പ്രശ്നം ഉണ്ടാവും. നേരത്തെ ഒരു നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവാണ് ഇറങ്ങിത്തരുന്നില്ല. നമ്മളെ ഡബിൾ കണ്ണിയില്ലേ, അപ്പോൾ ആ പ്രാവിനാണെങ്കിൽ കാണുന്നുമില്ല. നമ്മൾ കുറച്ച് നേരം നോക്കി, ഇതുവരെ നമ്മളങ്ങോട്ട് പറന്ന് വന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ പണി പറ്റുമ്പോഴാണ് ദേഷ്യം പിടിക്കുക. എന്തായാലും നോക്കട്ടെ, കുറച്ചും കൂടി ഇട്ടായാൽ പ്രാവ് ഇറങ്ങായിരിക്കും. ഇറങ്ങിയിട്ടും കാര്യമല്ല, ലേറ്റിലാവില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ പ്രാവ് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നോക്കട്ടെ, കറണ്ട് വരുമോ നോക്കട്ടെ. ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോഴാണ് നമ്മളെ പ്രാവ് ഇറങ്ങിയത്. അത്യാവശ്യം നല്ല ഇരുടായിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് കാര്യമല്ല, ഇവിടെ ഒരു മഞ്ഞ നട ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഡബിൾ കണ്ണിനെ കാണാതായിപ്പോയി. ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റൂല അതിനെക്കുറിച്ച്. അത് എവിടെ ഇരുന്നുണ്ടാവും പേടിച്ചിട്ട്. ഒന്നാമത് ഇരുടായി ഉണ്ടല്ലോ, ഒന്നാമത് കാറ്റും മഴയൊക്കെ വരാനുള്ള വന്നു പോയി. അപ്പോൾ നനഞ്ഞുണ്ടാവും ചിലപ്പോൾ ചിറകൊക്കെ എവിടെ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ പോയാൽ നഷ്ടമാണ്. ഡബിൾ കണ്ണി ആദ്യമായിട്ട് ഉണ്ടായതാണ് ഇവിടെ. എന്തായാലും ഇന്ന് വരില്ല, എന്തായാലും ഉറപ്പാണ്, ഇരുടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ബാക്കിയുള്ള പ്രാവുകളെ 2 എണ്ണത്തിന് നമ്മൾ അവയക്കോടിയിലിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊക്കെ തീറ്റ കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, കൂടുതൽ ലാഗാക്കുന്നില്ല. അപ്പോൾ തന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു പർത്തിക്കലിൽ കാണാം. ബൈ.